അവസാനത്തൊരടവെന്ന നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും PFIയുടെയും പിന്തുണ UDF നേടിയെടുത്തു. PDPയുടെ പിന്തുണ LDF നേടിയെടുത്തു. ഞങ്ങൾക്ക് പറയാനുള്ളത് കണക്ക് ശാസ്ത്രം പോലെയല്ല രാഷ്ട്രീയ ശാസ്ത്രം. ഈ വിഘടനവാദികളുടെ രാജ്യവിരുദ്ധരുടെ വോട്ട് കൂട്ടിയാൽ നിങ്ങൾ ജയിക്കാൻ ഒരു സാധ്യതയില്ല. ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇവിടെ സിറ്റിംഗ് MP അദ്ദേഹം വലിയ ആദർശ പ്രഭാഷണമൊക്കെ നടത്തുന്ന ആളാണ്. ഖുർആനും ബൈബിളൊക്കെ കോട്ട് ചെയ്തിട്ടാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ തീവ്ര ഗ്രൂപ്പുകൾ ഒരുപക്ഷെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിച്ചു. ചെറിയ കുട്ടികളെ കൊണ്ടുപോലും വിദ്വേഷത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ വിളിപ്പിച്ചു. അരിയും മലരും വാങ്ങിക്കോ, നിങ്ങളുടെ കാലം വരുന്നുണ്ട് എന്ന് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും മുഖത്ത് നോക്കി കൊച്ചു കുട്ടികളുടെ കൊണ്ടുപോലും മുദ്രാവാക്യം വിളിപ്പിച്ചു. ആ ഭീകര പ്രസ്ഥാനമാണ് PFI, പോപ്പുലർ ഫ്രണ്ട്. ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇവിടെ കൂട്ട് ചേർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ MP-യോട്, സിറ്റിംഗ് MP-യോട് എനിക്ക് ചോദിക്കാനുള്ളത്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് വേണ്ട എന്ന് തൻ്റെ ഇടത്തോടു കൂടി പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇവിടെ രാജ്യദ്രോഹികളുടെയും വിഘടനവാദികളുടെയും നിലപാടിനെതിരെ ശക്തമായ സമീപനമാണ് നരേന്ദ്രമോദി എടുക്കുന്നത്. നിങ്ങൾ തീഹാർ ജയിലിലേക്ക് നോക്കൂ. തീഹാർ ജയിലിൽ അഴിമതിവാദിയായിട്ടുള്ള ആളുകളെയും പിടിച്ചിട്ടിരിക്കുന്നു. ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള രാജ്യദ്രോഹികളെയും പിടിച്ചിട്ടിരുന്നു. അഴിമതിവാദികളെയും തീവ്രവാദികളെയും ഒരേ സെല്ലിൽ അടച്ച നേതാവാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി അഴിമതിക്കെതിരെ പോരാട്ടം നടത്താൻ ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച രാഷ്ട്രീയ അവതാരമാണ്. ഇതെല്ലാം ചിന്തിച്ച് പുതിയ തലമുറ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും. നിങ്ങൾ നോക്കൂ, നമ്മുടെ ചെറുപ്പക്കാർ ഏറ്റവും സജീവം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള രാഷ്ട്രീയ നേതാവ് ലോകത്ത് തന്നെ നരേന്ദ്രമോദിയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പുതിയ തലമുറ കേരളത്തിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, നിഷ്പക്ഷമതികൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക മാത്രമല്ല, ഞങ്ങളുടെ വലിയ മുന്നേറ്റം നടത്തും. കേരളത്തിൽ ഞങ്ങളെ ജയിപ്പിച്ചാൽ, കുറച്ച് സീറ്റ് ഞങ്ങൾ ജയിപ്പിച്ചാൽ, ഞങ്ങൾ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെ സാക്ഷി നിർത്തി പറയുന്നു, കേരളത്തിലെ 4 ലക്ഷം കോടിയുടെ കടം ഞങ്ങൾ 5 വർഷം കൊണ്ട് തീർത്തു തരാം. ഇവിടെ കുറച്ച് MP-മാരെ ഞങ്ങൾക്ക് വേണം, കാരണം പദ്ധതികൾ പ്ലാൻ ചെയ്യണം. രാജീവ് ചന്ദ്രശേഖരനെ നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ ലക്ഷ്യം ലോകത്തിലെ ഇലക്ട്രോണിക്സ് ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ്. അതിൽ ഒരു കേന്ദ്രമാക്കി ഞങ്ങൾ കേരളത്തെ മാറ്റും. നിങ്ങൾ സുരേഷ് ഗോപിയെ, കൃഷ്ണകുമാറിനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഡോളർ വന്നിറങ്ങുന്ന, വരുമാനമുണ്ടാക്കുന്ന, ടൂറിസ്റ്റ് ഡോളറിൻ്റെ വരുമാനമുണ്ടാക്കുന്ന നാടാക്കി ഞങ്ങൾ ഈ കേരളത്തെ മാറ്റും. പെട്രോൾ ഡോളറിൻ്റെ നാട് പോലെ ആകാശത്തുള്ള കാർമേഘങ്ങൾ അല്ലെങ്കിൽ മഴവെള്ളം സംഭരിച്ച് ലോകത്തിൽ ഏറ്റവും ശുദ്ധമായ കുടിവെള്ളം മാർക്കറ്റ് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സെൻറ്ററാക്കി കേരളത്തെ മാറ്റും. ഇത്തരം കേന്ദ്ര പദ്ധതികളൊക്കെ ശാസ്ത്രീയമായി ഉണ്ടാക്കാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും വികസനം ആഗ്രഹിക്കുന്ന മലയാളികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കൊരവസരം എന്താ, ഞങ്ങൾ കേരളത്തെ മാറ്റിമറിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, എനിക്ക് അത് പറയാനുള്ള നല്ല അർഹതയുണ്ട്. 15 വർഷം മുമ്പ് ഈ കേരളത്തിൽ ഹർത്താലും പണിമുടക്കും നോക്കുകൂലിയും ട്രേഡ് യൂണിയനിസമല്ല പേഡ് യൂണിയനിസവുമായി ഈ കേരളത്തെ എല്ലാവരും നശിപ്പിക്കുകയായിരുന്നു. അതിൽ RSPക്ക് പങ്കുണ്ട്, CPMന് പങ്കുണ്ട്, CITന് പങ്കുണ്ട്, INTC എല്ലാ പേഡ് യൂണിയനിസ്റ്റുകാർക്കും പങ്കുണ്ട്. അന്ന് ഗുജറാത്ത് കണ്ടു പഠിക്കൂ, നരേന്ദ്രമോദിയെ കണ്ടു പഠിക്കൂ എന്ന് പറഞ്ഞ് ഇതിൻ്റെ പേരിൽ CPM പുറത്താക്കി പടിയടിച്ച് പിണ്ടും വെച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ കുറച്ച് MP-മാരെ നിങ്ങൾ ജയിപ്പിക്ക്, കുറച്ച് കാലം കൊണ്ട് കേരളത്തിലെ
കടമുൾപ്പെടെ തീർത്ത് ഈ കേരളത്തെ രക്ഷിക്കാൻ പറ്റുന്ന പ്രസ്ഥാനം അത് നരേന്ദ്രമോദിയുടെ ടീമാണ് എന്നാണ് ആമുഖമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇലക്ട്രോണിക്സ് IT കേന്ദ്രമാക്കി, ഇലക്ട്രോണിക്സ് ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റാനാണ് നമ്മുടെ പദ്ധതി. അതിന് പറ്റിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖരനെ പോലെ ആൾ ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു, ടൂറിസമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലുണ്ടാക്കാൻ പറ്റിയൊരു മേഖല. ദൈവം അനുഗ്രഹിച്ചെന്ന മനോഹരമായ നാടാണ്. പക്ഷേ ഇവിടെ ഒരു കാഴ്ചപ്പാടുമില്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്, ആദിവാസികളുടെ ഊരുകളിൽ പോലും ഹോം സ്റ്റേകൾ ഉണ്ടാക്കുന്നതിന് സ്ത്രീകൾക്ക് സഹായം നൽകുന്ന സംരംഭങ്ങൾ ഞങ്ങൾ കൊണ്ടുവരും. എല്ലാ വീടുകളെയും ടൂറിസ്റ്റ് ഭവനങ്ങളാക്കി മാറ്റുന്ന പദ്ധതികളാണ്. അങ്ങനെ നിരവധി ആശയങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. കേരളത്തിലിപ്പം ഗൾഫ് നാടുകളിൽ ഭൂമിക്കടിയിൽ ക്രൂഡ് ഓയിലാണ് ആ മരുഭൂമിയെ രക്ഷപ്പെടുത്തിയത്. ആകാശത്ത് കാർമേഘങ്ങളുണ്ട്, അത് പെയ്തിറങ്ങി ഉപ്പുവെള്ളമായി കടലിൽ പോയി ചേരുകയാണ്. ഇതൊക്കെ സംഭരിച്ച് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കേരളത്തിൻ്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അവസാനിപ്പിക്കാൻ പറ്റുന്ന നല്ല വിഷണറി ആയിട്ടുള്ള നേതാക്കളുണ്ട്. നിങ്ങൾ നോക്കൂ, നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ് കൊച്ചി കോയമ്പത്തൂർ വ്യവസായ ഇടനാഴി. ഒരു 160 കിലോമീറ്റർ ദൂരമുള്ളതിൽ കേരളത്തിൻ്റെ ഭാഗത്ത് ഭൂമി ഏറ്റെടുത്ത് തന്നാൽ, ഈ പിണറായി വിജയൻ്റെ ഭൂമി ഏറ്റെടുക്കലും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണയും ഒച്ചിൻ്റെ വേഗതയാണ്. അത് തന്നാൽ കൊച്ചി, അതുപോലെ കൊച്ചി ബാംഗ്ലൂർ ഇടനാഴി, അത് മാത്രം മതി കേരളത്തിൻ്റെ വരുമാനം 2-3 മടങ്ങാക്കി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന. ആ ഇടനാഴിയുടെ ചുറ്റും ഒരുപാട് കൊച്ചു വ്യവസായ സംരംഭങ്ങൾ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ വ്യവസായ ഇടനാഴി എന്നാണ് എനിക്ക്. ഇങ്ങനെ കൃത്യമായ കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ദക്ഷിണേന്ത്യയിൽ കേരളയിലല്ല ഓടിക്കാൻ പോകുന്നത്, ഞങ്ങൾ ഓടിക്കാൻ പോകുന്ന ബുള്ളറ്റ് ട്രെയിനാണ്. ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് കൃത്യമായ ഒരു വികസന സങ്കല്പമുള്ള പാർട്ടിയാണ്. പക്ഷെ അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ കുറച്ച് MP മാരെ വേണം. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഈ കേരളത്തെ മാറ്റിമറിക്കും.